ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സോളാറിൻ്റെ സിസ്റ്റം മൊത്തം കണക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 540 അതായത് 540 പാനൽ വാട്ട്സ് പാനലിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മോണോപ്പർക്ക് ഹാഫ് കട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പാനലും തന്നെ 6 പാനലാണ് മൊത്തം വന്നിരിക്കുന്നത്. 6 പാനലാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോ വാട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പാനലുകളെല്ലാം ഒന്നിച്ച് അതായത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം എല്ലാ പാനലിലും കണക്ട് ചെയ്ത് നേരെ അതിൽ നിന്നും ഒറ്റ ഫേസ് അതായത് ഒറ്റ പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഒറ്റ 2 വയറുകളായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. 2 വയറുകളായിട്ട് എടുത്തതിന് ശേഷം ടോട്ടൽ വരുന്ന വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത് നേരെ ഇത്രയും പാനലുകൾ ഒന്നിച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഇപ്പോൾ സ്റ്റാൻഡിലെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ട്രയൽ എന്ന രീതിയിലാണ് പുറത്താണ് വെച്ചിരിക്കുന്നത്. നമുക്കിത് സ്റ്റാൻഡിലേക്ക് മാറ്റി ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിൽ നിന്നും എല്ലാ കണക്ഷൻസും നമ്മൾ കൊടുത്തതിന് ശേഷം നേരെ 2 വയറുകളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസും മൈനസും ആയിട്ട് നമ്മൾ 2 വയർ കണ്ടോ, അതായത് 10 സ്ക്വയർ വയറാണ് വന്നിരിക്കുന്നത്. വയർ നേരെ വന്നതിന് ശേഷം നമ്മുടെ പാനലിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സോളാറിൻ്റെ ഇൻപുട്ട് അതായത് ബാറ്ററിയും അതുപോലെ തന്നെ UPSും ഇരിക്കുന്ന ഏരിയയിലേക്കാണ് അതിൻ്റെ വയർ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. 4 ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 160 AHൻ്റെ അല്ലെങ്കിൽ 150 AHൻ്റെ 4 ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 kVക്കും പകരം നല്ല 4 kV ആണ് നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 kV ആണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വാട്ട്സ് ഇത്തിരി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 കിലോ വാട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊരു 3 kV ലാവിഷായിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതിൻ്റെ കണക്ഷൻസ് നോക്കാം. അവിടെ നിന്ന് വന്നിരിക്കുന്ന കണക്ഷൻസ് നമ്മൾ അതിലേക്ക് കൊടുത്തു. ഇനി അതിനുശേഷം പിന്നെ ബാറ്ററിയുടെ കണക്ഷൻസ്. ഇതാണ് ബാറ്ററിയുടെ കണക്ഷൻസ്. ബാറ്ററിയുടെ കണക്ഷൻസ് നേരെ വന്നതിന് ശേഷം പ്ലസ് മൈനസ് ലിങ്ക് ചെയ്തിരിക്കുന്ന ന്യൂസ് കാണിച്ചു തരാം. അതായത് ബാറ്ററി നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ബാറ്ററിയുടെ പ്ലസ് മറ്റൊരു ബാറ്ററിയുടെ മൈനസ് ആയിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് വരും. അവസാനം വരുന്ന സമയത്ത് ഒരു പ്ലസ്സും ഉണ്ടാവും ഒരു മൈനസും ഉണ്ടാവും. അതിലേക്കാണ് നമ്മൾ ഈ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ വരുന്നുണ്ട്. ആ സെക്ഷനിലേക്ക് നമ്മൾ ഇൻവെർട്ടറിൻ്റെ പ്ലസ് മൈനസ് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ പാനൽ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാനൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഓരോ മോഡും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ബാറ്ററി വോൾട്ടേജ് എത്രയാണ്, ബാറ്ററി വോൾട്ടേജ് സോളാറിൻ്റെ വോൾട്ടേജ് എത്രയാണ് കറക്റ്റായിട്ട്. ബാറ്ററി വോൾട്ടേജ് കണ്ടത് കാണാൻ സാധിക്കും. 57 വോൾട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ചാർജിങ് വോൾട്ടേജ് എത്രയാണ്, ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് സോളാർ യൂസ് ചെയ്യുന്നത് നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചാർജ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ബാറ്ററി ചാർജിങ് കംപ്ലീറ്റ് നമുക്ക് സോളാറിൽ നിന്ന് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് KCBയിൽ നിന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് സോളാറിന് ചാർജ് ആവണമാണ്. അതിന് സെപ്പറേറ്റ് ഒരു ബട്ടൺ അതിൻ്റെ ബാക്കിലുണ്ട്. സോളാർ അതുപോലെ തന്നെ മെയിൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ബാക്കിലുണ്ട്. അത് നമ്മൾ സോളാറിലേക്ക് മാറ്റിയിടണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ KCBയിൽ നിന്നായിരിക്കും ചാർജിങ് വരുന്നത്. അപ്പോൾ സോളാർ നമുക്ക് കാലത്ത് സമയങ്ങളിൽ നമുക്ക് സോളാറിൽ നിന്ന് തന്നെ ചാർജിങ് നടക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി അതല്ല, കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റ് അതായത് സൂര്യപ്രകാശം കാര്യങ്ങൾ കുറയുന്ന സമയത്ത് ബാറ്ററിയുടെ ആംബിയർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ KCBയിൽ നിന്ന് ചാർജ് ചെയ്യാം. അത് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഒരു തവണയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതായത് പൂർണ്ണമായിട്ടും മഴക്കാലം വരുമ്പോഴാണ് നമുക്ക് ചെറിയ എഫക്റ്റ് ഫീൽ ചെയ്യുന്നത്. ബാറ്ററി ഫുള്ളാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഈ KCBയിൽ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്ന ബട്ടണാണ് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പാനലിൽ നിന്നുള്ള കണക്ഷൻസ് നേരെ അതിലേക്ക് കണക്ട് ചെയ്തു. ആ UPSൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഇതിൽ വരുന്ന കണക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് KCBയിൽ നിന്നുള്ള ഇന്നും ഇൻവെർട്ടറിൻ്റെ ഔട്ടുമാണ് വരുന്നത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.